ആശാ വർക്കർമാരുടെ സമരവുമായി ബന്ധപ്പെട്ട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ രൂക്ഷ വിമർശനവുമായി തോമസ് ഐസക്. നദ്ദയുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം കേന്ദ്ര സർക്കാരിന്റെ പേരിൽ ഇറക്കിയെന്ന് പറയുന്ന ഒരു വാറോലുണ്ടല്ലോ, അതാര് ചമച്ചതാണെന്നാണ് തോമസ് ഐസക് ചോദിക്കുന്നത്. കേരള സർക്കാരിനെ അപകീർത്തിപ്പെടുത്താനും കേന്ദ്ര സർക്കാരിനെ വെള്ളപൂശാനും നിങ്ങളുടെ ഏതോ കേന്ദ്രത്തിൽ നിന്ന് തയ്യാറാക്കിയ വ്യാജ പത്രക്കുറിപ്പാണതെന്നും അദ്ദേഹം പറയുന്നു. UDFും ഈ വ്യാജ പത്രക്കുറിപ്പ് ആഘോഷമാക്കുകയാണ്. കേരളത്തെ അപമാനിക്കാൻ SUCIയുടെ കൂടെ BJP മാത്രമല്ല UDFും ഉണ്ടെന്നും മുൻ ധനകാര്യ വകുപ്പ് മന്ത്രി ആരോപിക്കുന്നു. സുരേഷ് ഗോപി, നിങ്ങൾ കേന്ദ്രമന്ത്രിയാണ്, ഇതുപോലെ കള്ളം പറയരുത്, കള്ളം പ്രചരിപ്പിക്കരുത്. നദ്ദയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം കേന്ദ്ര സർക്കാരിന്റെ പേരിൽ ഇറക്കിയെന്ന് പറയുന്ന ഒരു വാർത്തയുണ്ടല്ലോ, അതാര് ചമച്ചതാണ്? കേന്ദ്ര സർക്കാരിൻ്റെതല്ലെന്ന ജേക്കബിനെ പോലുള്ള പത്രപ്രവർത്തകർ കാലത്ത് തന്നെ എഴുതിയത് വായിച്ചു. കേരള സർക്കാരിനെ അപകീർത്തിപ്പെടുത്താനും കേന്ദ്ര സർക്കാരിനെ വെള്ളപൂശാനും നിങ്ങളുടെ ഏതോ കേന്ദ്രത്തിൽ നിന്നും തയ്യാറാക്കിയ വ്യാജ പത്രക്കുറിപ്പാണിത്. അത് ഏറ്റുപിടിച്ച് പ്രചരിപ്പിക്കുന്നവരെ മാധ്യമപ്രവർത്തകർ എന്ന് വിളിക്കുന്ന നാടായിപ്പോയി കേരളം. 920 കോടി രൂപ കേരളത്തിന് അനുവദിച്ചിട്ടും ആശമാർക്ക് ഹോണറേറിയം കുടിശ്ശികയാക്കിയത് കേരള സർക്കാരിന്റെ പിടിപ്പുകേടാണെന്നാണ് നിങ്ങൾ പടച്ചുവിട്ട വ്യാജക്കുറിപ്പിൽ പറയുന്നത്. കേന്ദ്രമന്ത്രിയല്ലേ, നദ്ദയോട് നേരിട്ട് ബന്ധപ്പെടുന്നയാളല്ലേ, ഒന്ന് ചോദിച്ചു മനസ്സിലാക്കിയിട്ട് പറഞ്ഞാൽ മതി. 920 കോടി രൂപയിൽ എത്ര കോടിയാണ് ആശമാർക്കായി നീക്കിവെച്ചിരിക്കുന്നത്? 59 കോടി രൂപ മാത്രമല്ലേ? 2600-ൽ പരം ആശാവർക്കർമാർക്ക് കേന്ദ്രം അനുവദിച്ച തുകയാണിത്. ഏതാണ്ട് ആളൊന്നിന് 1800 രൂപ. ഇത് ഇൻസെന്റീവാണ്. ഇതിന്റെ 40% സംസ്ഥാനമിടണം. ഇതിനു പുറമെ കേന്ദ്ര നിബന്ധനയില്ലെങ്കിലും 7000 രൂപ പ്രതിമാസം ഹോണറേറിയം നൽകുന്ന സംസ്ഥാനത്തിനാണ് പഴി മുഴുവൻ. കേന്ദ്രമന്ത്രി പറഞ്ഞ തുക NHMനു വേണ്ടിയുള്ള മൊത്തം ധനസഹായമാണ്. ഈ ഭയങ്കരമായ തുക സംസ്ഥാനത്തിന് അനുവദിച്ചപ്പോൾ സംസ്ഥാന സർക്കാർ ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി മുതൽ മുടക്കിയത് 11,200 കോടി രൂപയാണെന്നോർക്കുക. കേന്ദ്ര സർക്കാർ 37,227 കോടി രൂപ മൊത്തം NHMന് വകയിരുത്തിയപ്പോൾ കേരളത്തിന് അനുവദിച്ചതാണ് 920 കോടി എന്നുകൂടി മനസ്സിലാക്കുക. UDFും ഈ വ്യാജക്കുറിപ്പ് ആഘോഷിക്കുകയാണ്. കേരളത്തെ അപമാനിക്കാൻ SUCIയുടെ കൂടെ BJP മാത്രമല്ല UDFുമുണ്ട്. പ്രതിക്കൂട്ടിൽ BJP മാത്രമല്ല കോൺഗ്രസുമുണ്ട് എന്നതാണ് വാസ്തവം. കോൺഗ്രസിന്റെ കാലത്തല്ലേ NHM ആരംഭിച്ചത്? നിങ്ങൾ ആശമാരെ തൊഴിലാളികളായിട്ട് അംഗീകരിച്ചിരുന്നു. ഇൻസെന്റീവിനപ്പുറം എന്തെങ്കിലും വേതനം നൽകാൻ തയ്യാറായിരുന്നു. നിങ്ങൾ ഭരിക്കുന്ന ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് കേരളം നൽകുന്നതിന്റെ അടുത്ത ആനുകൂല്യങ്ങൾ ആശാപ്രവർത്തകർക്ക് നൽകുന്നുണ്ടോ എന്നും തോമസ് ഐസക് ചോദിച്ചു.